അടുത്ത പ്രോപ്പർട്ടിയാണ് CSS ഫിൽട്ടർ. ഫിൽട്ടർ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് CSSനകത്ത് വിഷ്വൽ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമേജിലും ബാക്ക്ഗ്രൗണ്ടിലും അല്ലെങ്കിൽ എൻ്റയർ HTML എലമെന്റിനകത്ത്. വിഷ്വൽ എഫക്റ്റ് എന്ന് പറയാൻ നേരത്ത് ബ്ലർ ചെയ്യാനും ബ്രൈറ്റ്നസ് ചെയ്യാനും സാച്ചുറേഷൻ കൺട്രോൾ ചെയ്യാനും അതേപോലത്തെ എഫക്റ്റ് ആണ്. നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് സ്റ്റൈൽ ചെയ്യത്തില്ലേ, ഫിൽട്ടർ സ്റ്റൈൽ ചെയ്യത്തില്ലേ, അതേപോലെ നമുക്ക് ബ്രൗസറിനകത്ത് ഫിൽട്ടർ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വൽ എഫക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്ത് കോമൺ ആയിട്ട് കുറച്ച് ഫിൽട്ടർ ഫങ്ഷൻസ് ആണ് ഉള്ളത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി HTML അതൊരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ CSSനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണക്കിന് ഇമേജിന്റെ വിഡ്ത്തും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, നേരെ ഫിൽട്ടറിലോട്ട് നോക്കാം. ഫിൽട്ടർ പ്രോപ്പർട്ടി. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡാണ് ബ്ലർ. ഇതിനകത്ത് വാല്യൂസ് കൊടുക്കുന്നത് പിക്സലിലാണ്, PXലാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 1 PX എന്ന് കൊടുക്കാൻ നേരത്തെ എന്റെ ഇമേജ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ബ്ലർ ആവും. കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 5 PX എന്ന് കൊടുക്കാൻ നേരത്ത് കുറച്ചും കൂടി ഒന്ന് ബ്ലർ ആവും. ഞാൻ ഇവിടെ 20 PX കൊടുക്കാൻ നേരത്ത് നല്ലോണം ബ്ലർ ആവും. അപ്പൊ ബ്ലർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇമേജിനെ സോഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പിക്സലാണ് പാസ് ചെയ്യാറുള്ളത്. നമ്മൾ ബ്ലർ മെത്തേഡ് അതിനകത്ത് വാല്യൂസ്. അടുത്ത നോക്കാൻ പോകുന്നത് ബ്രൈറ്റ്നസ് ആണ്. ഇപ്പൊ ഫിൽട്ടർ പ്രോപ്പർട്ടി ബ്രൈറ്റ്നസ്. ഇതിനകത്ത് വാല്യൂ പാസ് ചെയ്യുന്നത് പെർസെന്റേജ് ആണ് പാസ് ചെയ്യാനുള്ള. ഞാൻ അവിടെ കൊടുക്കുന്നു 100%. കൊടുക്കാൻ നേരത്ത് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. കാരണം 100% റെഫർ ചെയ്യണത് ഫുൾ ആണ്, അല്ലെങ്കിൽ നോർമൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യണത്. ഞാൻ അവിടെ 10 എന്ന് കൊടുക്കാൻ നേരത്ത് ഇമേജിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു. അതേപോലെ 100നേക്കാളും മുകളിൽ ഒരു വാല്യൂ കൊടുക്കാൻ നേരത്ത് ഞാൻ കൊടുക്കുന്നു 150 ബ്രൈറ്റ്നസ്. അവിടെ നല്ലോണം ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. അറിയാൻ വയ്യെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഹയർ വാല്യൂ കൊടുത്തേക്കാം. കേട്ടോ, നല്ലോണം ബ്രൈറ്റ്നസ് ആയി. പിന്നെ ലൈറ്റ് കൂട്ടുക കുറയ്ക്കുക. 100 ഡിഫോൾട്ട് അല്ലെങ്കിൽ നോർമൽ. അടുത്ത നോക്കാൻ പോകുന്ന മെത്തേഡ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് പറയാൻ നേരത്ത് ലൈറ്റ് ഉള്ള ഏരിയാസിന് അതേപോലെ ഡാർക്ക് ഉള്ള ഏരിയാസിനെ മാത്രമേ ഇതെന്ത് ചെയ്യത്തുള്ളൂ, കുറച്ചും കൂടി ലൈറ്റും ഡാർക്കും കൂട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ മെയിൻ പാർട്ട് ഫോക്കസ് ചെയ്യുന്നത് ലൈറ്റ് റീജിയനും ഡാർക്ക് റീജിയൻസ് മാത്രമേ അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യത്തുള്ളൂ. ഞാൻ ഫിൽറ്ററിന്റെ അകത്ത് കോൺട്രാസ്റ്റിന്റെ അകത്ത് ഞാൻ 100% കൊടുക്കുകയാണ്. ഡിഫോൾട്ട് ആണ് 100%. കോൺട്രാസ്റ്റിന്റെ അകത്ത് പെർസെന്റേജ് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. യൂണിറ്റ് എപ്പോഴും പെർസെന്റേജ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ 100നേക്കാൾ ഹയർ വാല്യൂ കൊടുക്കുകയാണ്, 190. അതാ എല്ലാ ലൈറ്റ് പാർട്ടും ഇൻക്രീസ് ആയി, അതേപോലെ ഡാർക്ക് പാർട്ടും അതിനനുസരിച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. ലൈറ്റും ഡാർക്കും ഓക്കെ. അതാണെങ്കിൽ ഞാൻ കുറയ്ക്കുന്നെങ്കിൽ അതേപോലെ എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും. കാരണം ഇമേജ് കുറച്ചും കൂടി ഒരു മങ്ങിയ പോലെ വന്നില്ലേ. നമുക്കിനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഗ്രേ സ്കെയിൽ ആണ്. ഗ്രേ സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഗ്രേ സ്കെയിൽ യൂസ് ചെയ്ത് ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫിൽറ്ററിനകത്ത് ഗ്രേ സ്കെയിലിനകത്ത് ഗ്രേ സ്കെയിൽ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ടായി. നമ്മൾ ഇതിൻ്റെ അകത്ത് പെർസെന്റേജ് കൊടുക്കും. അല്ലാതെ ഞാൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് വരും, ഫാൾസ് ആയിട്ട് അസ്യൂം ചെയ്യും. 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആയിട്ട് അസ്യൂം ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു റേഷ്യോ ആണ് അല്ലെങ്കിൽ റേഞ്ച് ആണ് വേണമെങ്കിൽ നമ്മൾ പെർസെന്റേജ് കൊടുക്കണം. ഞാൻ 100% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഞാൻ 0% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കത്തില്ല. 50% കൊടുക്കുന്നെങ്കിൽ ആ റിസൾട്ട് നോക്കണേ, കണ്ടാ കുറച്ച് ഭാഗത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് ആ കളർ എല്ലാം ഫേഡായി പോയി. അപ്പൊ ഇതാണ് ഗ്രേ സ്കെയില്. നമുക്കിനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ CPA. അത് യൂസ് ചെയ്ത് നമുക്കൊരു വാം എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ഗോൾഡൻ എഫക്റ്റ് നമുക്ക് ഇമേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫിൽറ്ററിന്റെ അകത്ത് CPA എന്നുള്ളൊരു ഫംഗ്ഷന്റെ അകത്ത് പെർസെന്റേജ് വാല്യൂ ആണ് കൊടുക്കാറുള്ളത്. ഫംഗ്ഷൻ വിളിക്കുമ്പോൾ തന്നെ എന്തായി, വേണ്ട ഒരു ഗോൾഡൻ വാല്യൂ അല്ലെങ്കിൽ പഴയ ഒരു ഇമേജ് ഫിൽട്ടർ ഇല്ലേ, അതേപോലെ വരാം. 100% കൊടുത്തു കഴിഞ്ഞാൽ ആ എഫക്റ്റ് വർക്കാവും.
ഞാൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0% കൊടുത്തു കഴിഞ്ഞാൽ ആ എഫക്റ്റ് വർക്ക് ആവത്തില്ല. പിന്നെ 60 കൊടുക്കുന്നെങ്കിൽ അത്രയും ആ റേഞ്ചിലുള്ള എഫക്റ്റ് മാത്രമേ വരത്തുള്ളൂ. അടുത്ത ഫംഗ്ഷനാണ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളറിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഓരോ കളറിന്റെ ഇന്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല പച്ചപ്പ് വേണം, അല്ലെങ്കിൽ നല്ല ചുമന്ന് തോന്നാം. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ് സാച്ചുറേറ്റ്. 0% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് അങ്ങ് പോകും. ഞാൻ 100% കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പിക്കിന്റെ യഥാർത്ഥ സാച്ചുറേഷൻ പോയിന്റ്. ഞാൻ 100നേക്കാൾ ഹയർ വാല്യൂ കൊടുക്കുന്നെങ്കിൽ നല്ലോണം കളറ് ഒന്ന് ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അവിടെ 100 മാറ്റിയിട്ട് ഒരു 400 കൊടുക്കുക. ആ ഇന്റൻസിറ്റി അറിയാം ഏതാ? നല്ല പച്ചപ്പ്, നല്ല ചുമല. ഇതേപോലെ നമുക്ക് ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഞാൻ 10% കൊടുക്കുന്നെങ്കിൽ അത്ര ഇന്റൻസിറ്റി വരും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷേ കണ്ട ഇവിടെ ഈ ചുവപ്പ് അറിയാൻ പറ്റും. ഈ ചുവപ്പ് അറിയാൻ പറ്റും. ഒരു 40 കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അറിയാൻ പറ്റും. ആ കളർ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനാണ് സാച്ചുറേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് എന്ത് നോക്കാം? ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഫിൽറ്ററിന്റെ അകത്ത് ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജിന്റെ നെഗറ്റീവ് എഫക്റ്റിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ടത്തെയൊക്കെ ക്യാമറയിലെ ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം നെഗറ്റീവ് ഫിലിം, അല്ലെങ്കിൽ കൂലി സിനിമയിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നതും ഒരു നെഗറ്റീവ്, ആ ഒരു ഇൻട്രോ ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ ഇൻവേർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു നെഗറ്റീവ് എഫക്ട് ചെയ്യാൻ പറ്റും. 0 കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് വരും. 1 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് വരും. അതേപോലെ 100% കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ് ആവും. 0% കൊടുത്താലും നോർമൽ ആയിട്ട് വരും. ഇനി ഒരു റേഷ്യോ ആണ് വേണ്ടെങ്കിൽ, ഒരു റേഞ്ച് ആണ് വേണ്ടെങ്കിൽ ഇപ്പൊ 50% കൊടുക്കുക, അതേപോലെ വരും. പക്ഷേ 100 കൊടുത്താൽ മതി. ഇനി അടുത്ത് നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് ഒപ്പാസിറ്റി. ഒപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇമേജിന്റെ ട്രാൻസ്പാരൻസി. എത്രത്തോളം മീൻസ് എത്രത്തോളം ലൈറ്റ് കടത്തി വിടുക, അതാണ് അതിന്റെ മെയിൻ കൺസെപ്റ്റ്. ഫിൽട്ടർ പ്രോപ്പർട്ടിക്കകത്ത് ഒപ്പാസിറ്റി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് പെർസെന്റേജ് ആണ് നമ്മൾ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാറുള്ള. ഞാൻ ഇപ്പൊ ഡയറക്റ്റ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് ഇമേജ് പോകും. ഞാൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് കാണാം. എന്നുവെച്ചാൽ 0% കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ഫുൾ ട്രാൻസ്പാരന്റ് ആവും, മീൻസ് കാണാൻ പറ്റത്തില്ല. ഞാൻ 100% കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് മങ്ങി കണക്ക് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള പെർസെന്റേജ് വാല്യൂ കൊടുക്കുക. 50% കൊടുത്തപ്പോ കുറച്ച് മങ്ങിയ പോലെ, മങ്ങിയല്ല, ഇവിടെ ആ ബാക്കിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റും കാണാൻ പറ്റും. ഇവിടെ 30 കൊടുക്കുക. ടെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. താഴെ വന്നില്ലെങ്കിൽ കൊള്ളാം. ഞാൻ സ്ട്രാൻഡ് ടാഗിന്റെ അകത്ത് ടെക്സ്റ്റ് ഓക്കെ, അത് ഇവിടെ വന്നു. എന്തായാലും അത് ചെയ്ത് വീഡിയോ ലെങ്ത് കൂട്ടാൻ നിൽക്കുന്നില്ല. ഇതിന്റെ അടിയിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് വന്നാലും എന്തായിരിക്കും? അത് ട്രാൻസ്പാരന്റ് ആയിട്ടിരിക്കും. അതാണ് ഒപ്പാസിറ്റി ഫംഗ്ഷൻ. പിന്നെ ഉള്ളതാണ് ഹ്യൂ റൊട്ടേറ്റ്. ഹ്യൂ റൊട്ടേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കളർ വീൽ പോലെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കളറിന്റെ ഓപ്പോസിറ്റ് കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഡിഗ്രി വെച്ചാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഒരു വീല് പോലെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാമെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ എഡിറ്റർ ടൂൾ യൂസ് ചെയ്യുന്നവരൊക്കെ ഐഡിയ കിട്ടും. നമ്മൾ ചില ഇമേജിന്റെ അകത്ത് പച്ചേനെ മഞ്ഞാക്കത്തില്ലേ, അതേപോലത്തെ എഫക്റ്റ്. അപ്പൊ അതിനുവേണ്ടി ഹ്യൂ റൊട്ടേറ്റ് ഇതിനകത്ത് ഡിഗ്രി ആയിട്ടാണ് നമ്മൾ യൂണിറ്റ് പാസ് ചെയ്യാനുള്ള. ഞാൻ അവിടെ കൊടുക്കുകയാണ് 45 ഡിഗ്രി DEG. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ആണ് ഏതെങ്കിലും ഷെയ്ഡ് ആയിരിക്കും. ഞാൻ ഇപ്പൊ 120 കൊടുക്കുക. അതുമായിട്ട് ഉള്ള കളറ്. അപ്പൊ ഇതാണ് ഹ്യൂ റൊട്ടേറ്റ്. ഇത് നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷാഡോ ഉണ്ട്. ഡ്രോപ്പ് ഷാഡോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇമേജിന്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഫിൽറ്ററിനകത്ത് ഡ്രോപ്പ് ഷാഡോ. ഈ ഫംഗ്ഷനകത്ത് 4 വാല്യൂസ് ആണ് വരുന്നത്. ആദ്യത്തെ വാല്യൂ റെപ്രസെന്റ് ചെയ്യണ എക്സ്, വൈ, പിന്നെ വരുന്നത് ബ്ലർ, എത്രത്തോളം ആ ഷാഡോയുടെ
ഷാർപ്നെസ്സും സോഫ്റ്റ്നെസ്സും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ കളർ, ഷാഡോയ്ക്ക് ഏത് കളർ വേണമെന്ന് പറയും. ഈ 4 വാല്യൂസ് ആണ് കൊടുക്കുന്നത്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 0 ആണ്. ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. ഇതാണ് എക്സ് ആക്സിസും ഇതാണ് വൈ ആക്സിസും. ആ മൗസ് പോയിന്റർ നോക്കിയാൽ മതി. ഇവിടെ നിന്നായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് ഇത് ഫുൾ സ്ക്രീൻ ആക്കുന്നെങ്കിൽ ഇവിടെ നിന്നോട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ബ്രൗസറിന്റെ സൈസ് ഇത്രയുണ്ട്, ഇവിടെ തൊട്ടാണ് 0, 0. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും താഴെ നിന്ന് കൂട്ടല് നമ്മൾ കമ്പ്യൂട്ടർ വരുന്നത് എപ്പോഴും ടോപ്പ് ലെഫ്റ്റിലായിരിക്കും. ഇപ്പൊ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ, വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ. പിന്നെ എക്സിന് ഒരു വാല്യൂ കൊടുക്കുന്നത് 10 px, വൈക്ക് ഒരു 10 px എന്ന് പറയും. അപ്പൊ ഏതാണ്ട് ഇതേപോലെ വരും. പിന്നെ ഡിഫാൾട്ട് കളർ ഒന്നും കൊടുത്തില്ല, കളർ ബ്ലർ ഒന്നും കൊടുത്തില്ല. അതാണ് ഡിഫാൾട്ട് ബ്ലാക്ക് ആയിട്ട് അഡാപ്റ്റ് ചെയ്തത്. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ കുറച്ചും കൂടി 20 px കൊടുക്കാം. എക്സ് എന്നൊരു 20 px, വൈ എന്നൊരു 30 അല്ലെങ്കിൽ 40 px കൊടുത്തേക്കാം. കുറച്ചുകൂടി അറിയാൻ വേണ്ടി കേട്ടോ. ഇമേജ് അതിന്റെ ഷാഡോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആ ഷാഡോ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ഷാർപ്നെസ് കൺട്രോൾ ചെയ്യാം. ബ്ലർ ആണ് ആ മൂന്നാമത്തെ വാല്യൂ. ഞാൻ അവിടെ 10 px എന്ന് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും. ഇനി അതിന്റെ കളർ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് എന്ന് കൊടുക്കാം. എനിക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ പാസ് ചെയ്യാം. അപ്പൊ എനിക്കാണെങ്കിൽ ഇതിന്റെ അകത്ത് ഈ കളർ, ഇതിന്റെ അകത്ത് ഈ കളറിന്റെ ഒപ്പോസിറ്റ്. പിന്നെ ഇപ്പൊ പച്ചയ്ക്കകത്ത് ഈ ഒരു കളർ അടിക്കണം വെച്ചോ, അത് അറിയാൻ വയ്യ. പ്യൂർ ബ്ലാക്ക് എടുക്കാം. ഈ ബ്ലാക്കിന്റെ ഒപ്പോസിറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിപ്പോ RGB അല്ലേ, RGB നമുക്ക് വേണമെങ്കിൽ ഇവിടെ RGBA ആൽഫ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 0യും 1ന്റെ ഇടയിലുള്ള വാല്യൂ കൊടുക്കണം. അപ്പൊ കൊടുക്കുന്നത് 0.5 എന്ന് കൊടുക്കും. കണ്ട ഷാഡോ ഇന്റൻസിറ്റി കുറഞ്ഞുണ്ടോ, ഞാൻ 1 എന്ന് കൊടുത്തു നോക്കാം. അപ്പൊ ആ ഷാഡോ ഒന്നറിയാൻ വയ്യ, 3 എടുത്തു നോക്കാം. അപ്പൊ നമുക്ക് RGBA വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഹെക്സാഡെസിമലും പറ്റും, അല്ലെങ്കിൽ ഒന്നും അറിയാൻ വൈകി എന്താണ്, ഇതാണ് ഒപ്പാസിറ്റി. ഇത് ഇഷ്ടമുള്ളതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് വെച്ചൊരു യൂസ് കേസ് കാണിച്ചു തരാം. നിങ്ങൾ ചില വെബ്സൈറ്റിലൊക്കെ പോകുന്ന നേരത്ത് നമ്മൾ മൗസ് ഒരു ഇമേജിന്റെ അവിടെ കൊണ്ടുവയ്ക്കാൻ നേരത്ത് ഒന്നില്ലെങ്കിൽ കളർ ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് പോകും, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കളറിലോട്ട് പോകും. അങ്ങനത്തെ എഫക്ട് ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ കണ്ടു കാണാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് രണ്ട് രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഗ്രേ സ്കെയിൽ യൂസ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ സാച്ചുറേഷൻ യൂസ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് ആക്കാം. അപ്പൊ നമുക്ക് ഗ്രേ സ്കെയിൽ യൂസ് ചെയ്ത് ഇതിനെ ഈ ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് ആക്കാം. ഗ്രേ സ്കെയില് ഓക്കെ, ഇവിടെ 100% കൊടുക്കുകയാണ്. ഇനി മൗസ് കൊണ്ട് ഈ മൗസ് പോയിന്റർ ഈ ഇമേജിന്റെ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, ഇത് കളറായിട്ട് വരണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സൂഡോ ക്ലാസ് ആയിട്ടുള്ള ഹോവർ കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഇമേജ് കോളൻ ഹോവർ കള്ളി ബേസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഹോവറിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഇമേജ് ടാഗിന്റെ അകത്ത് മൗസ് കൊണ്ടുപോകുന്നെങ്കിൽ ഇതിന്റെ അകത്ത് എഴുതിയേക്കുന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യും. ഫസ്റ്റ് എന്ത് ചെയ്യുക, മൗസ് ഇവിടെ കൊണ്ടുപോകുമ്പോൾ മൗസിന്റെ പോയിന്റർ മാറ്റാൻ വേണ്ടി കൾസർ പോയിന്റർ. പിന്നെ ഈ മൗസ് ഇവിടെ കൊണ്ടുപോകുമ്പോൾ നോക്കുന്നേ, പോയിന്ററിലോട്ട് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് പോയിന്ററിലെ മാറ്റാനുള്ള ഇതിനെ കളറാക്കണം. ഇമേജ് ഇവിടെ കൊണ്ടുവന്നത് കളറാക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഫിൽറ്ററിനകത്ത് ഗ്രേ സ്കെയിൽ എന്താക്കി കൊടുക്കണം, 0%ലോട്ട് കൺവേർട്ട് ചെയ്താക്കി കൊടുക്കണം. ഇനി ആ മൗസ് കൊണ്ടുപോകുമ്പോൾ ഇമേജിന്റെ അവിടെ മൗസ് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തന്നെ കളർ മാറുന്നുണ്ട്. ഇതിന്റെ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കളറിലോട്ട് പോകുന്നത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിന്റെ അകത്ത് ട്രാൻസിഷൻ എന്നും പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ട്രാൻസിഷൻ പ്രോപ്പർട്ടിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഫിൽറ്ററിന് വേണ്ടോ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓൾ എന്ന് കൊടുക്കുക. ഓൾ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എത്ര സെക്കൻഡ് ഡിലേ ചെയ്യണം. ഞാൻ കൊടുക്കുകയാണ് 0.5 സെക്കൻഡ്. നമുക്ക് സെക്കൻഡും കൊടുക്കാം, മില്ലി സെക്കൻഡും കൊടുക്കാം. എന്നിട്ട് ഏത് എഫക്റ്റ് വേണം, ഈസ് വേണോ, ഈസ് ഇൻ വേണോ, ഈസ് ഇൻ ഔട്ട് വേണോ, ഈസ് ഔട്ട് വേണം. ഞാൻ ഇപ്പൊ ഈസ് ഇൻ ഔട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ മൗസ് ഇവിടെ കൊണ്ടുപോകുന്ന പതുക്കെ ഓർമ്മ
പിന്നെ അവിടെ ഒരു 2 സെക്കൻഡാണ് കൊടുക്കുന്നെങ്കിൽ 2 സെക്കൻഡ് ഡിലേ എടുക്കും. കണ്ടോ? പതുക്കെ കൈവിടുന്നത്. അപ്പൊ ഇത് കണക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ? മൗസ് കൊണ്ടുചെല്ലുമ്പഴും അതാണ് ഈസ് ഔട്ട്. അതേപോലെ മൗസ് എടുക്കുമ്പഴും ആ 2 മിനിറ്റ് ഡിലേ എടുക്കും. 2 മിനിറ്റ് അല്ല 2 സെക്കൻഡ് സോറി. നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡിന് വേണ്ടി നമുക്ക് പോയിന്റ് ഇട്ട് കുറയ്ക്കാം. 3 കൊടുക്കുക, 5 കൊടുക്കുക. ഞാൻ വേണമെങ്കിൽ 3 കൊടുക്കുകയാണ്. കുറച്ചും കൂടി സ്പീഡ് പോലെ വന്നാലും ഒന്ന് പതുക്കെ വരത്തുള്ളൂ. അല്ല നല്ല സ്പീഡായി പോയി. 5 തന്നെ കൊടുക്കുക. ഓക്കെ.